ഉത്തരഭാരതത്തിൽ അതിശക്തമായ ശൈത്യകാലം തുടരുകയാണ്. അത് ട്രെയിൻ സർവീസുകളെയും അതോടൊപ്പം തന്നെ വിമാന സർവീസുകളെയും ഒക്കെ ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. നമുക്കറിയാം, നവംബർ മാസം മുതൽ ഏതാണ്ട് ഫെബ്രുവരി മാസത്തിൻ്റെ അവസാനം വരെ ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിൽ അതിശക്തമായ ശൈത്യകാലം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അതിൻ്റെ ആവർത്തനം ഈ വർഷവും ഉണ്ടായിരിക്കുന്നു. ജിഷ്ണു തുടരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ജിഷ്ണു, അതിശക്തമായ മഞ്ഞുവീഴ്ച അത് ട്രെയിൻ ഗതാഗതത്തെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വിമാനമാർഗത്തെയും ഒക്കെ ദോഷകരമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഗൗതം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ താപനില -ഡിഗ്രിയിലേക്ക് എത്തുന്നു. ഒപ്പം ഡൽഹി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ -ഡിഗ്രിയിലേക്ക് താപനില എത്തുകയാണ്. അത്തരത്തിൽ ഡൽഹിയും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളെല്ലാം തന്നെ അതിശൈത്യത്തിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ കനത്ത മൂടൽ മഞ്ഞ് വ്യോമ, റെയിൽ, റോഡ് ഗതാഗതത്തെ അതിസാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നിരവധി വിമാന സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. കൂടാതെ ട്രെയിൻ സർവീസുകൾ വൈകി ഓടുന്നുണ്ട്. റോഡ് ഗതാഗതം പുലർക്കാലങ്ങളിൽ രാത്രിയും രാവിലെയും നേരത്തെയുള്ള സമയങ്ങളിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. അത് കാരണമാണ് കഴിഞ്ഞ ദിവസം യമുന എക്സ്പ്രസ് വേയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു അപകടം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കനത്ത മൂടൽമഞ്ഞ് പല സ്ഥലങ്ങളിലും കാഴ്ച പരിധി 0 വരെ, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ സാധിക്കാത്ത തരത്തിലേക്ക് മൂടൽമഞ്ഞ് എത്തുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയും പുലർച്ചെയും റോഡ് വഴി സഞ്ചരിക്കുന്നവരോടും അതീവ ജാഗ്രത പാലിക്കാൻ, വാഹനം ഓടിക്കുന്നവരോടും അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിൽ അതിശൈത്യത്തിനൊപ്പം വായു മലിനീകരണവും ഗുരുതരമായി തുടരുകയാണ്. വായു ഗുണനിലവാര സൂചിക വളരെ മോശം അവസ്ഥയിലാണുള്ളത്. അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്നതിനാൽ കുട്ടികളോടും മുതിർന്നവരോടും മാസ്ക് ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ ഉറപ്പാക്കണമെന്ന നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഡൽഹി സർക്കാർ നൽകിയിരുന്നു. കൂടാതെ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി ഡൽഹി സർക്കാർ നടത്തുന്നു. BS6 എഞ്ചിൻ അതിന് താഴെയുള്ള വാഹനങ്ങൾക്ക് ഡൽഹിയിലേക്ക് നിലവിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല. അത്യാവശ്യമല്ലാത്ത മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പരിസ്ഥിതി മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നിയന്ത്രണങ്ങൾ ഇന്നലെ മുതൽ തുറന്നു വന്നിരുന്നു. അത്തരത്തിൽ വായു മലിനീകരണവും അതിശൈത്യവും ഡൽഹിയിൽ തുടർന്നു. ഒപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുകയാണ്. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ആരംഭിച്ചിരിക്കുകയാണ്. ഇനി അത് കുറച്ച് ദിവസം കഴിയുന്തോറും കൂടുതൽ മഞ്ഞുവീഴ്ച രൂക്ഷമാകും. ജനുവരിയൊക്കെ ആകുന്ന ഘട്ടത്തിൽ അതിശക്തമായ ശൈത്യമാണ് ഡൽഹിയിലും ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡും ഒക്കെ പോലെയുള്ള നമ്മുടെ ഉത്തരഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാറുള്ളത്. അത് ട്രെയിൻ ഗതാഗതത്തെയും അതോടൊപ്പം തന്നെ വിമാനമാർഗമുള്ള യാത്രയെയും ഒക്കെ വളരെ ദോഷകരമായി ബാധിക്കും. അതിശക്തമായ ശൈത്യത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണത്. ജിഷ്ണുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.